ആ 100 ഏക്കർ വനം കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചു, BJP ഭരിച്ചു, സംയുക്ത വിധായകത്തിൽ ഭരിച്ചു. പക്ഷേ ലോകത്തിൻ്റെ കാലാവസ്ഥ മുഴുവൻ ആ 100 ഏക്കറിലാണ് ഇരിക്കുന്നത്. ഒരു കാരണവശാലും ആ 100 ഏക്കർ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുകയില്ല. ആ ശൗചാലയം പണി ഞാൻ സ്ഥലം ചോദിച്ചു, കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുകയില്ല. ആ റെയിൽവേ ലൈൻ പണിയില്ല. അവിടെ ഒരു എയർപോർട്ട് ഉണ്ടാക്കിയാൽ ഭക്തർക്ക് എത്താൻ എളുപ്പമാണ്. ആറന്മുള എയർപോർട്ട് ഉണ്ടാക്കാൻ നോക്കി, അതിനെതിരെ സമരം ചെയ്ത് ആ എയർപോർട്ട് പൂടിച്ചു. ബഹുമാനപ്പെട്ട അലക്സാണ്ടർ ജേക്കബിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധിയും BJP പ്രതിനിധിയും പറഞ്ഞ പച്ച നുണയെ അതിന്റെ യാഥാർത്ഥ്യം കൊണ്ട് അദ്ദേഹം പൊളിച്ചെടുക്കുകയാണ് ചെയ്തത്. അലക്സാണ്ടർ ജേക്കബ്, ഇപ്പോൾ അവിടുത്തെ പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ പ്രത്യേക നിയന്ത്രണമൊക്കെ കൃത്യമായി നടത്തുന്നുണ്ട് എന്ന രൂപത്തിലുള്ള ഒരു വാദം എത്രത്തോളം ശരിയാണ്? ആ നിയന്ത്രണം കൃത്യമായി അല്ലാത്തതുകൊണ്ടാണല്ലോ ആളുകൾ ബുദ്ധിമുട്ടുന്നത്. അവിടെ 80 പേരെ ഒരു മിനിറ്റിൽ കടത്തിവിടുക എന്നുള്ളത് അത് ശരിയായ രീതിയാണെന്ന് കോടതി പോലും ചോദിക്കുകയാണ്. അത്ര വേഗത്തിൽ കടത്തിവിട്ടാലേ ബാക്കിയുള്ളവരെ പിന്നീട് വിടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതൊരു വേഗത്തിലുള്ള നടപടിയായ ദർശനം നടത്തുക എന്നുള്ളതല്ല. കോടതി പറഞ്ഞത് എണ്ണമല്ല നോക്കേണ്ടത്, അവിടെ എത്തുന്ന ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ടോ എന്നതിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ എണ്ണക്കണക്കിൽ സർക്കാരും ദേവസ്വം ബോർഡ് ഒരു പ്രധാന ശ്രദ്ധ കൊടുക്കുന്നത്? എനിക്കൊരു രാഷ്ട്രീയമില്ല, നിഷ്പക്ഷമായ ചില കാര്യങ്ങൾ പറയുകയാണ്, കേൾക്കണം. ഞാൻ 3 കൊല്ലം ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. സന്നിധാനത്ത് 2 വർഷവും 1 വർഷം പമ്പയിലും. സന്നിധാനത്തിൽ 18-ാം പടിക്ക് വീതി കുറവാണ്, സ്റ്റീപ്പാണ്. പ്രസിഡന്റ് ദ്രൗപദി മുമ്പ് കയറിപ്പോകുന്ന കാഴ്ച നിങ്ങൾ ടെലിവിഷനിൽ കണ്ടില്ലേ? അവിടെ പതുക്കെ ഒരു ഭക്തന് കയറാൻ പറ്റുള്ളൂ. 2 സൈഡിൽ നിൽക്കുന്ന പോലീസുകാർ അവരെ പിടിച്ച് കയറ്റുകയാണ്. അവിടെ 18-ാം പടിയുടെ 2 സൈഡിലായിട്ട് 36 പോലീസുകാരുണ്ട്. അവരൊരു 4 മണിക്കൂർ ജോലി ചെയ്ത് കഴിയുമ്പം അവരുടെ നട്ടലും കൈയും കാലും ഒക്കെ വേദനയാണ്. പിന്നെ അവർ 5-8 മണിക്കൂർ കയറി കിടന്ന് ഉറങ്ങുകയാണ്. 1 മിനിറ്റ് കൊണ്ട് അവിടെ 50 പേരെ കയറാൻ പറ്റുള്ളൂ. എങ്ങനെ പോയാലും 55,000 60,000 പേരിൽ കൂടുതൽ ശബരിമലയിൽ 18-ാം പടി കയറാൻ പറ്റില്ല. ആ സ്ഥലത്താണ് ഒരു ദിവസം 90,000 1 ലക്ഷം പേര് ഇന്നലെ വന്ന് കയറിയത്. ആ 1 ലക്ഷം പേര് വന്നിട്ടും ഒരു സംഭവം ഉണ്ടാവാതെ ആ സംഭവം മാനേജ് ചെയ്തത് പോലീസിൻ്റെ സുത്രഹ്യമായ കഴിവാണ്. ശ്രീജിത്ത് ആ ശബരിമല പല വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വളരെ എഫിഷ്യൻ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു സ്റ്റാമ്പീഡ് ഉണ്ടാവാതെ ആരും മരിക്കാതെ രക്ഷപ്പെട്ടത്. ഇത് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ 50,000 പേരെ ഒരു ദിവസം കയറ്റി വിട്ടാൽ 60 ദിവസത്തെ ശബരിമല പീരീഡ് കഴിയുമ്പോൾ ഒരു വർഷം 30 ലക്ഷം പേരെ മല കയറാൻ പറ്റുള്ളൂ. എന്നാൽ കഴിഞ്ഞ ഒരു വർഷം 1.25 കോടി ആളുകളോടെ വന്നു. അപ്പോൾ 50 പേരെ മാത്രം കയറ്റി വിട്ടാൽ മതിയെന്ന് ഹൈക്കോടതി പറയുന്നങ്ങ് സ്വീകരിച്ചാൽ ഈ 30 ലക്ഷം പേര് ശബരിമല കയറിയിട്ട് ബാക്കി 90 ലക്ഷം പേര് എന്ത് ചെയ്യണം? അവർ ശബരിമലയ്ക്ക് വരണ്ട എന്ന് പറയാൻ പറ്റുമോ? വരണ്ടെന്ന് പറയാൻ പറ്റിയല്ല. അപ്പോൾ ഇത്രയും ജനങ്ങൾ വരുമ്പോൾ അവിടെ 100 പേർക്ക് ഒരു പോലീസുകാർ വെച്ച് കൊടുത്താൽ 1 ലക്ഷം പേരെ മാനേജ് ചെയ്യണമെങ്കിൽ 1000 പോലീസുകാർ വേണം. ആ 1000 പോലീസുകാരെ ഒരേ സമയം 24 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റിയില്ല, ഷിഫ്റ്റായിട്ടേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ശരിക്കും ജോലി വേണമെങ്കിൽ 2000 പോലീസുകാർ വേണം. SCRF അവിടെ 150 പോലീസ് എന്ന് വിചാരിച്ചാൽ അവിടെ ഒരു മാറ്റം ഉണ്ടാവത്തില്ല. അപ്പോൾ 2000 പോലീസുകാർ അവിടെ ചെന്നാൽ അവർക്ക് താമസിക്കാൻ സ്ഥലമുണ്ടോ? അവർക്ക് ആഹാരം കഴിക്കാൻ സ്ഥലമുണ്ടോ? അവർക്ക് കിടന്നുറങ്ങാൻ സ്ഥലമുണ്ടോ? അവിടെ ഇല്ല. അപ്പോൾ കൂടുതൽ പോലീസുകാർ അവിടെ നിന്ന് മാനേജ് ചെയ്യാൻ ശ്രമിച്ചാൽ പറ്റിയല്ല. അപ്പോൾ ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ഇന്നലെ 1 ലക്ഷം വന്നുള്ളൂ. മകരവിളക്കിന് 6 ലക്ഷം പേരാണ് അവിടെ വരുന്നത്. ഈ 6 ലക്ഷം പേരെ മാനേജ് ചെയ്യാൻ കണക്കനുസരിച്ച് നോക്കിയാൽ 10-12,000 പോലീസ് വേണം. എവിടുന്ന് കൊണ്ടുവരും ഈ പോലീസിനെ? എങ്ങനെ അവരവിടെ എവിടെ താമസിക്കും? അവർക്ക് കിടന്നുറങ്ങാൻ സ്ഥലമുണ്ടോ? ആഹാരം കഴിക്കാൻ സ്ഥലമുണ്ടോ? ഒരു സ്ഥലവുമില്ല. ആ 18-ാം പടിയുടെ വീതി കൂട്ടിയാൽ പ്രശ്നം തീരും. പക്ഷെ തൊട്ടു പോരുമെന്ന് വാണിങ്ങാണ്. കാരണം ആചാരപ്രകാരം അത്ര വീതി പാടുള്ളൂ. എവിടെയാണ് ഇത് എഴുതി വെച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടെ ആചാരം. ആ 18-ാം പടിയുടെ വീതി കൂട്ടിയാൽ കുറച്ച് കൂടെ കയറാൻ പറ്റും. അത് സമ്മതിക്കുകയില്ല. ശബരിമലയ്ക്ക് വളരെ ശ്രദ്ധേയമായിട്ട് ഏറ്റവും വലിയ പ്രശ്നം അവിടെ ട്രാഫിക്കാണ്. അപ്പോൾ വണ്ടി അവിടെ വന്ന് പമ്പയിൽ എത്തിക്കഴിഞ്ഞാൽ വന്ന വഴിയിലൂടെ തിരിച്ചു പോകണം. അപ്പോൾ അതിൻ്റെ ആ റോഡിൻ്റെ വീതി കൂട്ടണം. ഒരു രീതിയിലും വനം സ്ഥലം തരത്തില്ല. എന്നാൽ ആ പമ്പയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടെ താപ്പോട്ട് പോകാനൊരു വഴി ഉണ്ടാക്കണമെങ്കിൽ 100 ഏക്കർ വനം വേണം. ആ 100 ഏക്കർ വനം കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചു, BJP ഭരിച്ചു, സംയുക്ത വിധായകത്തിൽ ഭരിച്ചു. പക്ഷേ ലോകത്തിൻ്റെ കാലാവസ്ഥ മുഴുവൻ ആ 100 ഏക്കറിലാണ് ഇരിക്കുന്നത്. ഒരു കാരണവശാലും ആ 100 ഏക്കർ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുകയില്ല. അതുകൊണ്ട് ആ റോഡ് ഉണ്ടാക്കാൻ പറ്റുകയില്ല. ഇനി ശൗചാലയം വേണം. ഇപ്പോൾ 500 ശൗചാലയം ഇവിടെ ഉണ്ട്. 1 ലക്ഷം പേര് അവിടെ വന്നാൽ അവർക്ക് ഒരു 2000-2500 ശൗചാലയം വേണം. ആ ശൗചാലയം വേണം ഞാൻ സ്ഥലം ചോദിച്ചു, കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുകയില്ല. കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചു, BJP ഭരിച്ചു, സംയുക്ത വിധായകർ ഭരിച്ചു. ഒരു കാരണവശാലും ആ ശൗചാലയം വേണം ഞാൻ സ്ഥലം കൊടുക്കുകയില്ല. 25 കോട്ടയം SP ആയിട്ട് ഞാനിരുന്ന കാലം തൊട്ട് എല്ലാ വർഷവും അഭ്യർത്ഥന അയക്കും, സ്ഥലം കൊടുക്കുകയില്ല. വെള്ളം അവിടെ ഒരു കുപ്പി വെള്ളത്തിന് 30 രൂപ വെച്ചാൽ വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ മല കയറിയാണെങ്കിൽ ഒരു ഭക്തന് 6 കുപ്പി വെള്ളം വേണം. അപ്പോൾ ഞാൻ ജയിൽ DGP ആയിരുന്നപ്പോൾ ഞങ്ങൾ 10 രൂപയ്ക്ക് വെള്ളം പീച്ചി ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് 10 രൂപയ്ക്ക് കൊടുത്തു. ഇവിടുത്തെ മൾട്ടിനാഷണൽ കമ്പനി എല്ലാം കൂടെ
എന്നെ കൊല്ലാക്കൊല്ല ചെയ്തിട്ട് എന്നെ ട്രാൻസ്ഫർ ചെയ്തു, ജയിൽ ഡി ജി സ്ഥാനത്ത് എന്നെ ട്രാൻസ്ഫർ ചെയ്തു അന്ന് 10 രൂപ വെച്ചിട്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു, അപ്പോൾ അദ്ദേഹം ഒരു ഉത്തരവിട്ടു 12 രൂപയിൽ കൂടുതൽ വെള്ളത്തിന് വില വെക്കരുത് എന്ന്. അപ്പോൾ 30 രൂപ വെച്ച് 200 രൂപയ്ക്ക് വെള്ളം വാങ്ങിച്ചുകൊണ്ട് ഒരാൾ മല കയറാൻ പറ്റുമോ? ഇടയ്ക്ക് വെള്ളം കിട്ടാൻ സൗകര്യമില്ല. തിരുപ്പതി മലയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 മീറ്റർ ഇടവിട്ട് വെള്ളം വെക്കുന്ന സ്ഥലമുണ്ട്, ഇവിടെ വെള്ളം വെക്കാൻ സ്ഥലമില്ല. അപ്പം നടന്ന് കുറച്ച് വെള്ളമായിട്ട് മേളിൽ കയറി സന്നിധാനത്ത് എത്തുമ്പോഴേ ഇവൻ്റെ കയ്യിൽ വെള്ളമില്ല. പിന്നെ ദാഹിച്ച് അവനോട് നിൽക്കുകയാണ്, ഒരു രക്ഷയില്ല. ഞാൻ കോട്ടയം SP ആയിട്ട് സന്നിധാനം ഡ്യൂട്ടിക്ക് പോവുകയാണ്. മല കയറി പകുതി എത്തിയപ്പോൾ എൻ്റെ കൂടെ 12 പോലീസുകാരുണ്ട്. ക്യൂ അങ്ങ് ജാമായി. 12 പോലീസുകാർ പഠിച്ചവനുമായിട്ട് നോക്കിയിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് SP ഡ്യൂട്ടിക്ക് വന്ന SP-യെ ആ ക്യൂവിൽ നിന്ന് കയറ്റി വിടാൻ പറ്റിയത്. അപ്പോൾ ഈ 12 പോലീസ് അനുഗമിക്കാത്ത ഒരു സാധാരണ ഭക്തൻ എന്ത് ചെയ്യും? അവൻ 12 മണിക്കൂർ നിൽക്കുകയാണ്. ഈ 12 മണിക്കൂർ നിന്നാൽ അവന് മൂത്രം ഒഴിക്കാനുള്ള സൗകര്യമില്ല. 10 മണിക്കൂർ ഞാൻ മൂത്രം ഒഴിക്കാൻ പറ്റില്ല. കോട്ടയം SP ആയിട്ട് മല കയറുകയാണ്, ജനക്കൂട്ടം സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുകയാണ്, മൂത്രം ഒഴിക്കാൻ പറ്റാതെ. അപ്പോൾ ഈ മൂത്രം ഒഴിക്കാൻ സൗകര്യം ഉണ്ടാകാൻ ഒക്കത്തില്ല, കക്കൂസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അവിടെ ശബരിമല ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി 40 വർഷം ഞാൻ ASP ആയ കാലം തൊട്ട് കേൾക്കാണ് ചെങ്ങന്നൂർ ശബരിമല റെയിൽവേ ലൈൻ പണിയാൻ. ഒരു രക്ഷയില്ല. അതിന് സ്ഥലമെടുത്ത് കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചു, BJP ഭരിച്ചു, SP ഗവൺമെൻറ് ഭരിച്ചു. ആ റെയിൽവേ ലൈൻ പണിയല്ല. അവിടെ ഒരു എയർപോർട്ട് ഉണ്ടാക്കിയാൽ ഭക്തർക്ക് എത്താൻ എളുപ്പമാണ്. ആറന്മുള എയർപോർട്ട് ഉണ്ടാക്കാൻ നോക്കി, അതിനെതിരെ സമരം ചെയ്ത് ആ എയർപോർട്ട് പൂടിച്ചു. കണ്ണൂർ മൃദംഗശൈലേശ്വര ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ പോകണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ 45 കിലോമീറ്റർ പോകണം. പക്ഷേ കണ്ണൂർ എയർപോർട്ട് ഒരു 7 കിലോമീറ്റർ അടുത്തിപ്പോൾ വന്നു. ഇപ്പോൾ മൃദംഗശൈലേശ്വര ക്ഷേത്രം മലബാർ ദിവസത്തിലെ ഏറ്റവും വരുമാനം കിട്ടുന്ന ക്ഷേത്രമാണ്. 1 കോടി രൂപ മിച്ചമാണ് ആ ക്ഷേത്രത്തിന്. ഒരു എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ വലിയ രക്ഷയാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് ശബരിമല വിസിറ്റ് ചെയ്യണമെന്ന് തോന്നി. ഒരു ഹെലിപ്പാഡ് ഉണ്ടാക്കാൻ നമ്മൾ സമ്മതിച്ചില്ല. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിക്ക് കേരളം കോൺഗ്രസ് ഭരിക്കുകയാണ്, ഹെലിപ്പാഡ് ഉണ്ടാക്കാൻ സമ്മതിച്ചില്ല. അവസാനം എന്ത് പറ്റി? ശബരിമല കയറാതെ ഇന്ദിരാഗാന്ധി ഭരിച്ചു. ഇന്ദിരാഗാന്ധി ശബരിമലയിൽ വന്നിങ്ങനെ ശബരിമലയിൽ കിട്ടുന്ന അഡ്വർടൈസ്മെൻറ്റ് എന്തായിരുന്നു എന്ന് ആളുകൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പം പ്രിയങ്കരിയായ ദ്രൗപദി മുർമു പ്രസിഡന്റ് അവിടെ വന്നു. ശബരിമലയ്ക്ക് ലോകം മുഴുവൻ പ്രസിദ്ധി ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു. പക്ഷേ എന്ത് പറ്റി? ഹെലിപ്പാഡ് ഉണ്ടാക്കിയില്ല. ദ്രൗപദി മുർമു പ്രസിഡന്റിൻ്റെ ഹെലികോപ്റ്റർ ഇറങ്ങി അവിടെ അങ്ങ് പൊതഞ്ഞു വീല്. അത് ലോകം മുഴുവൻ പബ്ലിസിറ്റിയായി. ശബരിമലയ്ക്ക് നല്ല പബ്ലിസിറ്റി കിട്ടുന്നതിന് പകരം കിട്ടിയത് ചീത്ത പബ്ലിസിറ്റിയാണ്. വലിയ വലിയ സ്ഥലങ്ങളിൽ റോപ്പേ ഉണ്ടാക്കും. ചടയമംഗലത്ത് ജഡായുമംഗലം പാറയുണ്ട്. ആ പാറ 1100 അടി പൊക്കമാണ്, കയറാൻ പ്രയാസം. പക്ഷേ റോപ്പേ വന്നു. റോപ്പേ വന്നപ്പോൾ 300 രൂപ കൊടുത്തിട്ട് ആളുകൾ കയറി അങ്ങ് ജഡായുവിൻ്റെ അവിടെ ചെല്ലും. ഒരു റോപ്പേ ശബരിമല ഉണ്ടാക്കാൻ നോക്കി. ഈ കൺഫ്യൂഷൻ പകുതി പോകും. ഒരു കാരണവശാലും റോപ്പേ ഉണ്ടാക്കാൻ സമ്മതിക്കുകയില്ല. അതിനെതിരെ സമരമാണ്. ഹെലിപ്പാഡ് ഉണ്ടാക്കത്തില്ല, റോപ്പേ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല, ഒരു രക്ഷയില്ല. ഇനി ഭക്തർ കയറി പോകുമ്പോൾ അവരെ ഇടയ്ക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു ബാരിക്കേഡ് വെക്കണം. ഈ ബാരിക്കേഡ് ഭക്തർ ജമ്പ് ചെയ്യുകയാണ്. ആ ജമ്പ് ചെയ്യുന്ന സമയത്ത് അവർ പിടിക്കാൻ പറ്റുമോ? പിടിക്കാൻ പറ്റുകയില്ല. ആകെ കൺഫ്യൂഷൻ. അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ത്രിവേണി സംഗമത്തിലെ കുംഭമേള വന്നു. 360 പേര് മരിച്ചെല്ലാം കൂടി. ഗുജറാത്തിലെ ക്ഷേത്രത്തിൽ ഉത്സവം വന്നിട്ട് മേളത്തെ പാലം ഇടിഞ്ഞു വീട് 43 ചത്തു. തെലുങ്കാന ക്ഷേത്രത്തിലെ 40 പേര് മരിച്ചു. തമിഴ്നാട്ടിലൊരു ഒരു ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മീറ്റിംഗാണ്. 40,000 പേരുണ്ടായിരുന്നുള്ളതെന്ന് പറയുന്നത്. 50,000 ആണെന്ന് കൂട്ടിക്കോ, 43 പേര് മരിച്ചു. കർണാടകത്തിൽ ഒരു ക്രിക്കറ്റ് മത്സരം സമ്മാനം കൊടുക്കാൻ ആൾ വന്നതാണ്. 60,000 പേരെ വന്നിട്ടുള്ളായിരുന്നു. 11 പേര് മരിച്ചു. അപ്പോൾ ജനക്കൂട്ടം ഉണ്ടാകുമ്പോൾ സ്റ്റാമ്പീഡ് ഉണ്ടാകും, നൂറുകണക്കിന് ആളുകൾ മരിക്കും. പക്ഷേ ഇന്നലെ 1,00,000 പേര് വന്നിട്ടും ഒരു സംഭവം ഉണ്ടാവാതെ ആ പോലീസ്, ശ്രീജിത്തും പോലീസും അത് ചെയ്തത് അതിനൊരു നന്മ പറയുകയല്ലാതെ അതിന് അപ്രീഷിയേഷൻ പറയുന്നതിന് പകരം ഇന്നലെ മുതൽ എല്ലാ ചാനലും തോപ്പം പോലീസിനെ കുറ്റം പറയാണ്, ദേവസ്വം ബോർഡിനെ കുറ്റം പറയാണ്. ഇതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? ആ സ്റ്റാമ്പീഡ് ഉണ്ടാവാതെ അവിടെ രക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്താം. 2011 ശബരിമലയിൽ സ്റ്റാമ്പീഡ് ഉണ്ടായത്. പുല്ലുമേട് ദുരന്തത്തിൽ 102 പേര് മരിച്ചു, 78 പേര് ബെഡ് റിഡനായി 2011. അതിനുശേഷം ശബരിമല ഇതൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടില്ല. അപ്പൊ നല്ല ജോലി ചെയ്യുന്ന പോലീസുകാരെ അഭിനന്ദിക്കുക, അതാവശ്യം വിമർശിക്കാതിരിക്കുക. പിന്നെ ചാനൽ ഇങ്ങനെ 2 ദിവസം കൂടെ തുടരുകയാണെങ്കിൽ ശബരിമല വരുന്ന ഭക്തരുടെ എണ്ണം ഗണ്യമായി കുറയും. അലക്സാണ്ടർ ജേക്കബ് അങ്ങ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും അവിടുത്തെ ഒരു സങ്കീർണതയും ഒക്കെ വളരെ വിശദമായി തന്നെ പറഞ്ഞു, ഭംഗിയായി പറഞ്ഞു. പക്ഷേ കോടതി വിമർശിക്കുന്നുണ്ടല്ലോ, ഇത്രയധികം ആളുകളെ കയറ്റിവിടുന്നത്, ഈ പറഞ്ഞതുപോലെ ഇത്രയും പോലീസുകാരെ വിന്യസിക്കുന്നതിൽ സാങ്കേതികമായി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം ആളുകളെ കയറ്റിവിടുന്നതും പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ കയറ്റിവിടാതിരുന്നുകൂടെ എന്നുള്ളതാണ് കോടതി ചോദിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് 20,000-ൽ നിന്നും 5,000 ആക്കി കുറച്ചിരിക്കുന്നത്. അതൊരു തെറ്റായ നിർദ്ദേശമാണോ? അല്ല, ഹൈക്കോടതി പറഞ്ഞതനുസരിച്ച് നമ്മൾ നടപ്പാക്കിയാൽ ഒരു ദിവസം 50,000 പേരെ കയറാൻ പറ്റുള്ളൂ. 50,000 പേര് കയറിയാൽ 60 ദിവസത്തെ മണ്ഡലകാലവും മകരപൂജയും മകരവിളക്കും കഴിയുമ്പോൾ 30 ലക്ഷം പേരെ മല കയറാൻ പറ്റൂ. ബാക്കി 90 ലക്ഷം ഭക്തർ എന്ത് ചെയ്യണം? അവൻ ശബരിമല വരണ്ടേ? സൗദി അറേബ്യയിലെ കാബയ്ക്ക് പോകുന്ന സമയത്ത് ഹജ്ജിന് പോകുമ്പോൾ
അവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന അംഗങ്ങൾക്ക് മാത്രമേ സാങ്ഷൻ ഉള്ളൂ. ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നതിന് 11 പേർക്കോ എത്ര കാബായിൽ ഹജ്ജിന് പോകാൻ പറ്റുള്ളൂ. അതുപോലെ സൗദി അറേബ്യ ചെയ്യുന്ന പോലെ ഈ 90 ലക്ഷം ഭക്തർ ശബരിമല വരണ്ട. ശ്രീ അലക്സാണ്ടർ ജേക്കബ്, 90 ലക്ഷം എന്ന കണക്ക് എന്തിനാണ് 30 ലക്ഷം മതി നിങ്ങൾ തീരുമാനിക്കാൻ പറ്റുമോ? അവർക്ക് അടുത്ത തവണയാകാം എന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു ക്രമീകരണം സാധ്യമാകുമല്ലോ. ശരി, അത് ചെയ്യാൻ പറ്റുമോ? കേന്ദ്ര ഗവൺമെന്റിനോ സംസ്ഥാന ഗവൺമെന്റിനോ തന്റെ ഇടം ഉണ്ടോ 30 ലക്ഷം പേര് കയറിയാവുന്ന ശബരിമലയിൽ ബാക്കി 90 ലക്ഷം വരണ്ട എന്ന് പറയാൻ ഏതെങ്കിലും ഗവൺമെന്റ് ധൈര്യം ഉണ്ടോ? ഹൈക്കോടതി പറയും നടപ്പാക്കിയാൽ 30 ലക്ഷത്തിന് ശബരിമല കയറാൻ പറ്റും, ബാക്കി 90 ലക്ഷം അവിടെ ഭക്തന്മാരെ വരാൻ പറ്റിയില്ല. ശരി, അപ്പൊ കോടതി പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാമല്ലോ. സർക്കാരിന്റെ തീരുമാനമായിട്ടല്ലോ, സർക്കാരിന്റെ തീരുമാനമായിട്ട് വരണ്ട, സർക്കാരിന് കോടതി പറഞ്ഞാലോ ഈ 90 ലക്ഷം ഭക്തരുടെ അല്ല കോടതി പറഞ്ഞാൽ 90 ലക്ഷം വരണ്ടെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി തലയിലിട്ടിട്ട് ചിലപ്പോൾ ഗവൺമെന്റ് നടപ്പാക്കിയാൽ ശബരിമലയിൽ 30 ലക്ഷം വരാൻ പറ്റൂ. ശബരിമല കോടികൾ വരുന്ന ക്ഷേത്രം അല്ലാതാവും. ശബരിമല ചിലപ്പോൾ കടത്തിലും ആവും. അതാണ് നെറ്റ് റിസൾട്ട് വരാൻ പോകുന്നത്. ശരി, ഇതിപ്പോൾ അതുകൊണ്ട് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ഈ 100 ഏക്കർ സ്ഥലം വനം അനുവദിച്ച് ഈ ശൗചാലയം പണിഞ്ഞ് ആ റോഡിന്റെ ഡബിൾ വേ ഉണ്ടാക്കി ചെങ്ങന്നൂർ പമ്പ വരെ റെയിൽവേ ലൈൻ പണിഞ്ഞ് അവിടെ ഒരു ഹെലിപാഡ് പണിഞ്ഞ് പണിഞ്ഞ് ജനങ്ങളുടെ കയറ്റത്തിന്റെ തെല്ല് കുറയ്ക്കണം. പിന്നെ 18-ാം പടിക്ക് 18-ാം വീതി കൂട്ടണം. ഉള്ള ശൗചാലയങ്ങളിൽ വീതി കൂട്ടണം. വെള്ളമില്ല എന്നൊരു പ്രശ്നം കൂടി ഉണ്ട്. അതുകൂടി അവിടെ എത്തിയ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങീ പറയുന്ന പോലെ ശൗചാലയങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ ഒരു മിനിറ്റ്, ശരി, ശൗചാലയങ്ങൾ ഉണ്ടാക്കിയാണെങ്കിൽ അത് വനഭാഗത്ത് മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നാണോ അങ്ങ് പറയുന്നത്? സാധ്യമാവുള്ളൂ. പിന്നെ ശൗചാലയത്തിന് എണ്ണം വർദ്ധിക്കുമ്പോൾ ആ ശൗചാലയത്തിൽ വീഴുന്ന ശൗച വസ്തുക്കളുണ്ടല്ലോ അത് ഡിസ്പോസ് ചെയ്യുന്ന എവിടെ ഡിസ്പോസ് ചെയ്യും? പമ്പയാറ്റി ഒഴുക്കി വിടാൻ പറ്റും? ഭക്തർ കുളിക്കുന്ന പമ്പയാറ്റി ഇറക്കി വിടാൻ പറ്റുമോ? അത് ശബരിമലയിൽ നിന്ന് താഴെ കൊണ്ടുവന്ന് അത് ദൂരെ കൊണ്ടുപോയി സംരക്ഷിക്കുകയോ ബയോഗ്യാസ് ഡൈജസ്റ്റർ ഉണ്ടാക്കുകയോ ചെയ്യണം. ബയോഗ്യാസ് ഡൈജസ്റ്റർ ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും ബയോഗ്യാസ് ഡൈജസ്റ്റർ ഉണ്ടാക്കണമെങ്കിൽ ഒരു 25 ഏക്കർ സ്ഥലം വേണം. അത് ഗവൺമെന്റ് തരുമോ? കേന്ദ്ര ഗവൺമെന്റ് തരുമോ ബയോഗ്യാസ് ഡൈജസ്റ്റർ ഉണ്ടാക്കാൻ? ശരി, അഡ്വക്കേറ്റ് അരുൺകുമാർ, ഉള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഉള്ള സംവിധാനങ്ങളിൽ പരമാവധി ആളുകളെ അപകടമില്ലാതെ എത്തിക്കുക, അവിടുന്ന് പറഞ്ഞുവിടാൻ സാധിക്കുക, ഇതല്ലാതെ ഒരു പരിഹാരമില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ അവിടെ തന്നെ പ്രവർത്തിച്ച് പരിചയമുള്ള അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞത് കേട്ടല്ലോ. പോലീസുകാരുടെ എണ്ണം കൂട്ടേണ്ടതുണ്ട്. അത്രയും കൂട്ടാനുള്ള സംവിധാനമില്ല. ഇനി പോലീസുകാരുടെ എണ്ണം കൂട്ടിയാൽ തന്നെ അവർക്കും അവിടെയുള്ള സൗകര്യങ്ങളില്ല. അവർക്ക് താമസിക്കാനും കിടന്നുറങ്ങാനും ഒന്നുള്ള ഒരു സംവിധാനവുമില്ല. 4 മണിക്കൂറൊക്കെ നിരന്തരം നിൽക്കുമ്പോൾ തന്നെ ക്ഷീണിക്കുന്ന തരത്തിലുള്ള അത്രയും ബുദ്ധിമുട്ടുള്ള ജോലിയാണ് അവിടെ പോലീസുകാർ ചെയ്യുന്നതെന്ന്. അപ്പോൾ പിന്നെ എന്താണ് വഴി, അഡ്വക്കേറ്റ് അരുൺകുമാർ? ഞാൻ ആദ്യം തന്നെ ബഹുമാനപ്പെട്ട അലക്സാണ്ടർ ജേക്കബിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധിയും BJP പ്രതിനിധിയും പറഞ്ഞ പച്ച നുണയെ അതിന്റെ യാഥാർത്ഥ്യം കൊണ്ട് അദ്ദേഹം പൊളിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇവിടെ ഈ ചർച്ചയുടെ ഭാഗമായി പറയുന്ന പോലെ ശരിക്കും പൊളിച്ചെടുക്കൽ നടന്നത് BJPയുടെയും കോൺഗ്രസിന്റെയും നുണയാണ്. ഒരു തുണ്ട് ഭൂമി ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനം അധികമായി കൊടുക്കാതെ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ തടയുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു റെയിൽവേ പാളത്തിന് സംസ്ഥാന ഗവൺമെന്റ് തന്നെ പണമെടുത്ത് അക്വയർ ചെയ്യണമെന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അത് ശബരിമല റെയിൽ പാതയാണ്. അതിൽ കേരള ഗവൺമെന്റ് തന്നെ പണം കണ്ടെത്തി ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിക്കുകയാണ്. വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ അനുവാദവും നിഷേധിക്കുന്നതും കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. ഇവിടെ കേന്ദ്ര സേനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞല്ലോ 2-3 ദിവസം മുമ്പ് അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തത് 12/9, അതായത് 2 മാസവും ഒരു 5 ദിവസവും മുമ്പാണ് കേന്ദ്രത്തിന് അപേക്ഷ കൊടുത്തത്. ഒരു ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പേര് പറഞ്ഞുകൊണ്ട് കേന്ദ്രസേനയെ തരാതെ നിങ്ങൾ ഇരിക്കുമ്പോൾ ശബരിമലയിൽ ആകെ അലോട്ട് ചെയ്യുന്ന മുൻ വർഷങ്ങളിൽ അലോട്ട് ചെയ്യുന്ന പോലീസുകാരുടെ എണ്ണം 2250 അത് ഈ തവണ 3100 ആക്കി. അതായത് 800ഓളം പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു കേന്ദ്രസേന വരാതിരുന്നിട്ടും. ഇവിടെ പറഞ്ഞല്ലോ ഏതെങ്കിലും തരത്തിൽ അവിടെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു തിക്കും തിരക്കിൽ ആളുകൾക്ക് അപകടം പറ്റാതെ പോലീസ് വഹിച്ച പങ്ക്, അതുപോലെ ദർശനം നടത്താൻ കഴിയാതെ തിരിച്ചുപോയി എന്ന് ബോധ്യപ്പെട്ടവരെ തിരിച്ചു വിളിച്ച് ദർശനം നടത്തുകയാണ് ഇന്ന് ADGPയുടെ നേതൃത്വത്തിൽ അവിടെ നടന്നത്. പിന്നെ കോൺഗ്രസും BJPയും പച്ചയായ നുണ പറയുക. നിങ്ങൾ പറയാണ് അവിടെ ശൗചാലയമില്ല. നിങ്ങൾക്കറിയോ സന്നിധാനത്ത് 1005 ശൗചാലയങ്ങളുണ്ട്. 1005. അതിൽ 885 സൗജന്യമാണ്. 120 പേ ആൻഡ് യൂസ് ആണ്. ശരംകുത്തി പാതയിൽ തന്നെ 164 സൗജന്യ ശൗചാലയങ്ങളുണ്ട്. അതുപോലെ പമ്പയിൽ നിന്നും സന്നിധാനം വരെ പരമ്പരാഗത പാതയില് സ്വാമി അയ്യപ്പൻ റോഡിലും 58 ബയോ ടോയ്ലറ്റ് യൂണിറ്റുകളുണ്ട്. അതുപോലെ തന്നെ അവിടെ 4 മൊബൈൽ കണ്ടെയ്നർ ടോയ്ലറ്റ് യൂണിറ്റ് ഉണ്ട്. ഇവിടെ എല്ലാം വെള്ളവുമുണ്ട്, സൗകര്യങ്ങളുമുണ്ട്. വെറുതെ വന്ന് നുണ പറയാൻ വേണ്ടിയിട്ടുള്ള അവസരമായി ഉപയോഗിക്കുകയാണ്. പിന്നെ അങ്ങ് വീണ്ടും ആങ്കർ എന്ന രൂപത്തിൽ ചോദിച്ചല്ലോ എന്താണ് ഈ എണ്ണക്കണക്കെന്ന്. താങ്കൾക്കറിയോ ഈ 18-ാം പടിയിൽ എത്ര പേര് വരെ കയറുമെന്ന്? മാക്സിമം പോയാൽ 90, 50 മുതൽ 90 വരെ. എത്ര മണിക്കൂറാണ് ഈ നട തുറക്കുന്നത്? രാവിലെ 3 മണി മുതൽ 1 മണി വരെ, ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ 11 മണി വരെ. അപ്പൊ 17 മണിക്കൂർ കിട്ടും. ഈ 17 മണിക്കൂറിൽ 1 മിനിറ്റിൽ 50 പേർ പ്രവേശിച്ചാൽ 1 മണിക്കൂറിൽ അത് 3000 ആണ്.
അത് 17 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മാക്സിമം പോയാൽ 51,000 പേർക്കാണ് ദർശനം കണ്ടെത്താൻ കഴിയുക. 90 പേർ വീതം പ്രവേശിച്ചാൽ ഏകദേശം ഒരു 80,000 90,000 പേർക്ക് ദർശനം നടത്താൻ കഴിയും. ഈ മിനിഞ്ഞാന്ന് നവംബർ 16 തന്നെ വൈകിട്ട് മാത്രം 53,297 പേർ വന്നു. വൃശ്ചികം 1 ഇന്നലെ 98,915 പേർ വന്നു. 18-ാം തീയതി ഉച്ച വരെ 44,401. അതായത് 2 ദിവസം കൊണ്ട് 1,96,594 പേരാണ് വ്രതം നോട്ട് കെട്ട് നിറച്ച് ശബരിമലയ്ക്ക് വന്നത്. അവരെ പരമാവധി ആളുകൾക്ക്, മുഴുവൻ ആളുകൾക്കും ദർശനം കൊടുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അത് വരുമ്പോ കയ്യിൽ പിടിച്ച് കയറ്റി 90 പേരെ വരെ ഒരു മിനിറ്റിൽ ആ 18-ാം പടി കയറാനുള്ള അനുവാദം കൊടുക്കുകയാണ്. അത്തരത്തിൽ ചെയ്യാവുന്നതിന്റെ പരമാവധി പോലീസും ദേവസ്വം ബോർഡും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള നുണ പ്രചരിപ്പിക്കുന്നത്. ഒരാളെയും തടയുന്ന സൗകര്യമില്ല. എല്ലാവർക്കും കൃത്യമായിട്ടുള്ള കുടിവെള്ളം, ചുക്ക് കാപ്പി സൗകര്യം ഒരുക്കാവുന്നതിന്റെ പരമാവധി ഒരുക്കുന്നു. ഒറ്റ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. ഉണ്ടായ ഏക പ്രശ്നം 20-ാം തീയതിയും 30-ാം തീയതിയും എല്ലാം ദർശനത്തിന് വെർച്വൽ വഴി ബുക്ക് ചെയ്തവർ മണ്ഡലക്കാലം തുടങ്ങുന്ന ദിവസം തന്നെ വന്നു. അങ്ങനെ വരുമ്പോൾ കെട്ടി വന്നതാണല്ലോ എന്ന് വിചാരിച്ച് പോലീസ് തടഞ്ഞില്ല. അത്തരത്തിലൊരു പ്രശ്നം വന്നു. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇനി അങ്ങനെ പ്രവേശിപ്പിക്കേണ്ടതില്ല, ഡേറ്റും സമയവും നോക്കി പ്രവേശിപ്പിച്ചാൽ മതി. അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് 5,000 കുറച്ചു. അത്തരത്തിൽ കോടതിയുടെ നിർദ്ദേശമുള്ളപ്പോൾ നിർദ്ദേശം പാലിക്കും. അല്ലാതെ ഒരു തരത്തിലും അടിസ്ഥാന സൗകര്യങ്ങളിൽ കുറവില്ല. പച്ചയായ നുണ തന്നെയാണ് ബിജെപിയും കോൺഗ്രസും പ്രചരിപ്പിക്കുന്നത്. ദേവസ്വം ബോർഡ് ചെയർമാൻ അദ്ദേഹം തന്നെ തുടരും എന്ന് പറഞ്ഞു. ഇവിടുത്തെ ദേവസ്വം ആക്ട് പ്രകാരം ഒരാൾക്ക് തുടർച്ചയായി ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ഇരിക്കാൻ കഴിയില്ല. കാലാവധി കഴിഞ്ഞാൽ അടുത്ത ആൾ വരണം. അതെല്ലാം നിയമപരമായിട്ട് ചെയ്യുമ്പോൾ നിയമത്തിന്റെ ബാലപാഠം പോലും നോക്കാതെ പഠിക്കാതെ ഗവൺമെന്റിനെ വിമർശിക്കാൻ, ദേവസ്വം ബോർഡിനെ വിമർശിക്കൽ തൊഴിലാക്കി മാറ്റുന്ന ഒരു സാഹചര്യം. 1-ാം തീയതി തന്നെ 65 ലക്ഷം അരവണയാണ് അവിടെ സ്റ്റോക്ക്, അപ്പവും അരവണയും സ്റ്റോക്ക്. അതുകൊണ്ട് തന്നെ മുൻകരുതൽ എടുക്കേണ്ടത് കൃത്യമായി മുൻകരുതൽ എടുത്തു. ഓരോ മണിക്കൂറിലും ജൈവ മാലിന്യവും അജൈവ മാലിന്യവും സംസ്കരിക്കാൻ 450ഓളം പുതിയ തൊഴിലാളികളെ എടുത്തിരിക്കുന്നു. ലേബർ കോൺട്രാക്ട് അല്ല. അതുപോലെ തന്നെ എല്ലാ തരത്തിലും ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ ഉറപ്പുവരുത്തി. യാത്രാ സൗകര്യത്തിന്റെ കാര്യത്തിലും ശുചിത്വത്തിന്റെ കാര്യത്തിലും ഭക്ഷണത്തിന്റെയും കുടിവെള്ളത്തിന്റെ കാര്യത്തിലും വിരിവെക്കാനുള്ള സൗകര്യം, വിശ്രമിക്കാനുള്ള സൗകര്യം, അതുപോലെ ശുചിമുറി ഓരോ മണിക്കൂറിലും വൃത്തിയാക്കുന്ന സൗകര്യം, അത്തരത്തിൽ ശബരിമലയുടെ എല്ലാ സാധ്യതകളും ഭക്തജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു, വന്യജീവി സാന്നിധ്യം കണ്ടെത്താൻ AI ക്യാമറകൾ സ്ഥാപിച്ചു, വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജലത്തിന്റെ നിരവധി പൈപ്പ് ലൈനുകളും ടാപ്പുകളും സ്ഥാപിച്ചു. അതുപോലെ തീർത്ഥാടന പാതയിൽ പുതിയ ടാപ്പ് വെച്ചു. അതുപോലെ അനധികൃത കച്ചവടം തടയാൻ നടപടി സ്വീകരിച്ചു. അത്തരത്തിൽ ഗവൺമെന്റിനും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ BJPയുടെ നേതാവ് V മുരളീധരനും കോൺഗ്രസിന്റെ നേതാവ് K മുരളീധരനും ഈ മണ്ഡലകാലം കഴിഞ്ഞപ്പോൾ സൂചിപ്പിച്ചു, ഇത്രയധികം ഭക്തജനങ്ങൾക്ക് സൗകര്യമൊരുക്കിയ ഒരു മണ്ഡലകാലം കണ്ടിട്ടേ ഇല്ല എന്ന്. അതേ രൂപത്തിൽ തന്നെ സൗകര്യങ്ങൾ ഒരുക്കിയാണ് പോകുന്നത്. ആദ്യത്തെ 2 ദിവസം ഉണ്ടായിട്ടുള്ള ഒരു തിരക്ക്, ആ തിരക്ക് ഈ സാങ്കേതിക പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് അത് പരിഹരിക്കുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ഒറ്റക്കെട്ടായി നേതൃത്വപരമായി പോലീസിന്റെ സഹായത്തോടെ, കേന്ദ്രസേന വന്നില്ലെങ്കിലും കേന്ദ്രത്തിന്റെ ഒരു സഹായം കിട്ടിയില്ലെങ്കിലും ശബരിമലയിലെ മുഴുവൻ ദർശനം നടത്താൻ വരുന്ന ഭക്തജനങ്ങൾക്ക് അവർക്കുള്ള സൗകര്യം ഉറപ്പു തരുത്തി തന്നെ മുന്നോട്ട് പോകും. കോടതിയുടെ നിർദ്ദേശം പാലിക്കും, ഭക്തജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം പാലിക്കും. ഒരു തർക്കവും അവിടെ ഉണ്ടാവില്ല.